ഹലോ ഗൈസ് ഫ്രം ഫിജി ഇന്റർനാഷണൽ എയർപോർട്ട്. 18 മണിക്കൂർ നീണ്ട ഒരു വിമാനയാത്ര ഞാനിവിടെ ആരംഭിക്കുകയാണ്. 18 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് 4.25 മണിക്കൂർ ഫിജിയിൽ നിന്നും സിഡ്നിയിലേക്ക് ജെറ്റ് സ്റ്റാറിൻ്റെ വിമാനം, അതിനുശേഷം സിഡ്നിയിൽ നിന്നും കോലാലംപൂരിലേക്ക് 9 മണിക്കൂർ നീണ്ട മലേഷ്യൻ എയർലൈൻസ് വിമാനം, കോലാലംപൂരിൽ നിന്നും കൊച്ചിയിലേക്ക് 4 മണിക്കൂർ നീണ്ട എയർ ഏഷ്യയുടെ വിമാനം. 3 വിമാനങ്ങളിൽ 3 വ്യത്യസ്ത ടിക്കറ്റ് എടുത്ത് ഞാൻ യാത്ര ചെയ്യുകയാണ്. ഫിജിയിൽ നിന്നും കൊച്ചിയിലേക്ക് ഏകദേശം 18 മണിക്കൂർ ടോട്ടൽ ട്രാവൽ ടൈം ഉണ്ട്. ഇതിനെല്ലാം കൂടെ ടിക്കറ്റ് ചാർജ് ആയത് ഇവിടെ നിന്ന് 15,000 രൂപ സിഡ്നി, അവിടെ നിന്ന് 28,000 രൂപ കോലാലംപൂർ, അവിടെ നിന്ന് 10,000 രൂപ കൊച്ചി. അപ്പോൾ 28, 10, 38, 10, 48. അയ്യോ കുറേ ആയി ഗൈസ്, അയ്യോ ഒന്നും പറയണ്ട. ഇവിടെ നിന്ന് കൊച്ചി എത്തിപ്പെടണമെങ്കിൽ എന്നാ പാടാന്നറിയോ. ഫിജി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 12,000 കിലോമീറ്റർ ദൂരം മാറിയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. ഇന്ന് ഫുള്ള് നമ്മൾ എക്കണോമിയിലാണ് യാത്ര ചെയ്തത്. ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസ്സും ഒന്നുമല്ല, എക്കണോമി യാത്രയാണ് ഗൈസ്. ഇതാണ് ഫിജി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ഫിജിയിലെ നാണ്ടി എന്ന് പറയുന്ന ഇവരുടെ പട്ടണത്തിലെ എയർപോർട്ടാണ്. കുഞ്ഞ് എയർപോർട്ടാണ്. ഇവിടുന്ന് ഇഷ്ടംപോലെ രാജ്യങ്ങളിലേക്ക് വിമാനങ്ങളുണ്ട്. അപ്പോൾ ബുല ഫിജിയിൽ ഇഷ്ടംപോലെ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ നേരിട്ട് നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നത് ഓസ്ട്രേലിയയിലേക്കാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ്. അടിപൊളി, നല്ല തിരക്കാണല്ലോ. ജെറ്റ് സ്റ്റാർ, നല്ല ക്യൂ ഉണ്ടല്ലോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡു നോട്ട് മേക്ക് ബോംബ് ജോക്സ് എന്ന്. ബോംബ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടും എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ എയർപോർട്ടിലും ബാധകമാണ്. എയർപോർട്ടുകളിൽ പോയിട്ട് ബോംബ് ഉണ്ടെന്ന് പറയരുത്. ബോംബെന്ന് പറഞ്ഞ വാക്കേ പറയാൻ പാടില്ല. അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ പിന്നെ വിശന്നിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ ഫുഡ് കഴിക്കാൻ ഒരു ബർഗർ കിങ്ങിൽ വന്നു പുറത്ത്. സോ ബർഗർ കിങ്ങിൽ വന്ന് ഒരു ബർഗർ വാങ്ങിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവരിതുപോലൊരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ബില്ല് $24 ഒരു ബർഗർ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ $24 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1000 രൂപ. ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നാലും. അപ്പോൾ അവർ കൊണ്ടുതരും. അതിന് വേണ്ടിയാണ് ഈ നമ്പർ എടുത്തത്. ബർഗർ ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര വലുപ്പമായിരിക്കും, റിയൽ ലൈഫിൽ വരുമ്പോൾ വലിപ്പം കുറവായിരിക്കും. ഫിജി വാട്ടർ, ഫ്രഞ്ച് ഫ്രൈസ്, 2 കെച്ചപ്പിന് വരെ ചാർജ് ചെയ്യും. ഇതാണ് $24. ബർഗർ മക്ഡൊണാൾഡ്സിനെക്കാട്ടി അടിപൊളിയാണ്, പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളൂല. അത് മക്ഡൊണാൾഡ്സിലാണ് കൊള്ളുന്നത്. എല്ലായിടത്തും ഓരോന്നല്ല. കണ്ടു, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും കണ്ടില്ലേ ഇവിടെ ചെക്ക് ഇൻ കൗണ്ടർ കാലിയായി. ഇതൊക്കെയാണ് എയർപോർട്ട് ടിപ്സ് എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ വന്ന് ക്യൂ നിൽക്കുമായിരുന്നെങ്കിൽ നമ്മളൊരു 3/4 മണിക്കൂറോടെ ക്യൂ നിൽക്കേണ്ടി വന്നതിന്. ഇപ്പോൾ കണ്ടില്ലേ ഒരു മനുഷ്യനുമില്ല. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ബാഗേജ് അവസാനം ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ചിലപ്പം ആദ്യം ബാഗേജ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടേ. കാരണം അവസാനം ലോഡ് ചെയ്യുന്ന, അവസാനം നമ്മൾ കൊടുക്കുന്ന ബാഗേജ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമുക്ക് ഡെലിവറി ചെയ്യാം. അങ്ങനെ ഒരു ടിപ്പും കൂടെ ഉണ്ട്, അതും കൂടെ വെച്ചോളൂ. അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് ഡ്രോപ്പ് ചെയ്തു. 18.5 കിലോ ഉണ്ട്. 18.5 കിലോ. ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോഴത്തേക്കിനും വേറെ ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് എന്ത് വിസയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടൂറിസ്റ്റ് വിസയാണെന്ന് പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വേറെ ഒരു ചോദ്യങ്ങളുണ്ടായിരുന്നില്ല. ഐ ഗോട്ട് മൈ ബോർഡിംഗ് പാസ്. ഇത് കണ്ടില്ലേ, താങ്ക് യു ഡോക്ടർ ദേബാദത്ത ചന്ദ്, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ബാങ്ക് ഓഫ് ബറോഡ ഗ്ലോബൽ ഓപ്പറേഷൻസ്. ഇയാൾ ഒരു ഇന്ത്യക്കാരൻ്റെ താങ്ക് യു അവിടെ വെച്ചിരിക്കുന്നുണ്ടല്ലോ നോക്കി. സോ നൗ വി ഗോ ടു ദ ഡിപ്പാർച്ചേഴ്സ് ഏരിയ. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. സിമ്പിൾ, ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. സെക്യൂരിറ്റി ചെക്കിൽ ഒന്നും പുറത്തെടുക്കണ്ട. ഇമിഗ്രേഷൻ ആരുമില്ല, ഒന്നുമില്ല, സീല് പോലും ഇല്ല, എൻട്രി എക്സിറ്റ് സ്റ്റാമ്പ് ഒന്നുമില്ല, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഗൈസ്, ഇതൊക്കെയാണ് ഡ്യൂട്ടി ഫ്രീയിലെ ഫിജി ഐറ്റംസ്. ഫിജി കോക്കനട്ട് വോഡ്ക. എൻ്റെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഫിജിയൻ സീ സ്നേക്ക് ജിന്ന്, ഫിജിയൻ വോഡ്ക, ഫിജിയൻ ജിന്ന്, ഇതൊക്കെ ഫിജി സാധനങ്ങളാണ് അതില്ലേ. ഫിജി റമ്മ്, ഡാർക്ക് റമ്മ്, ബാത്തി ബനാന റമ്മ്, ഇതൊക്കെ ഫിജി സാധനങ്ങളാണ്. ഇതൊക്കെ ഫിജി ഐറ്റംസ് ആണെന്ന് തോന്നുന്നു കേട്ടല്ലോ. ബുലാവിത്തി വോഡ്ക, കാമ ചില്ലി വോഡ്ക, ബ്ലൂ ടർട്ടിൽ ജിൻ. എൻ്റെ അമ്മോ, എന്തൊരു സാധനങ്ങളാണ് ഇവർക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഏരിയ ഉണ്ട് കേട്ടോ. പ്രൈസിങ് ഒന്നും എനിക്ക് അറിയത്തില്ല, കൂടുതലാണോ കുറവാണെന്നൊന്നും. പക്ഷേ ഇവിടെ വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഏരിയ ഉണ്ട്. കുറേ ഫിജി പ്രൊഡക്ട്സും ഉണ്ട്. ഇത് കണ്ടോ, ഫിജി ഇന്ത്യൻ ഡെലിക്കസീസ്, ഇന്ത്യൻ മിക്സ്ചർ, ബിക്കബായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഉണ്ട് കേട്ടോ. ഇത് ഫിജി സ്വീറ്റ്സ്, വൈറ്റ് ബർഫി, യെല്ലോ ബർഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇന്ത്യൻ സാധനമല്ലേ. ഇതൊക്കെ എങ്ങനെ ഫിജി ആവുന്നത്? ഫിജിയുടെ സാധനങ്ങളാണ് കേട്ടില്ലേ. ഫിജി ഇന്ത്യൻ ഡെലിക്കസീസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഐറ്റംസാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് നോക്ക്. ഇതൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങളാണ്, അതിൻ്റെയൊക്കെ വേറെ വെറൈറ്റിയാണ്. കണ്ടില്ലേ, ആലു ഭുജിയ, പിന്നെ ഗ്രീൻ പീസ് വറുത്തത്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. ഇവിടെ ഫിജി ഹണി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഫിജി ഹണി ഈസ് റിസ്ട്രിക്റ്റഡ് ഇൻ ന്യൂസിലാൻഡ്, പ്ലീസ് ബൈ അറ്റ് യുവർ ഓൺ റിസ്ക്. ഇവിടെ നിന്ന് ഈ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം.
കാരണം നമ്മൾ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അവിടെ പലതും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഇവർക്ക് കോഫി വരെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ സൗത്ത് പസഫിക് കോഫി കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ട്രോപ്പിക്കൽ ഫിജി ആൻഡ് ജംഗിൾ ബ്ലെൻഡ് കോഫി, ഇവരിവിടെ ഉണ്ടാക്കുന്ന കോഫി അത് കൊള്ളാം കേട്ടോ പരിപാടി. ഓരോ നാട്ടിലെ ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്കിനും അതാത് നാട്ടിലെ പ്രോഡക്റ്റുകൾ അവിടെ വിൽക്കാനായിട്ട് എൻകറേജ് ചെയ്യണം. അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. ഇവിടുത്തെ വെർജിൻ കോക്കനട്ട് ബോഡി ഓയിൽ, കോക്കനട്ട് ഓയിലാണേ ഇവിടുത്തെ ഫിജി പ്രൊഡക്റ്റാണ്. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ ഫിജി വാട്ടർ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. $4 ഒരു ലിറ്ററിൻ്റെ വില, $4. ഇതാണ് എയർപോർട്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഫ്ലൈറ്റ്സ് ഇടാനുള്ള കുറച്ച് ഗേറ്റുള്ള ഒരു കുഞ്ഞ് എയർപോർട്ട്. പകുതി സ്ഥലവും ഡ്യൂട്ടി ഫ്രീ ആണ്, ബാക്കി പകുതി സ്ഥലമാണ് പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ളത്. എത്ര അടുത്താണ് വിമാനം കൊണ്ടിട്ടിരിക്കുന്നത് നോക്കി. ഒരു എയർ ന്യൂസിലൻഡിൻ്റെ വിമാനമാണ്. ന്യൂസിലൻഡിലേക്ക് പോകുന്നതാണോ, ഓക്ലൻഡ്. ഇപ്പോൾ വന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഞാനിവിടെ അകത്തുനിന്നേ ഈ ഡ്യൂട്ടി ഫ്രീ ഇരിക്കുന്ന ഒരു വെള്ളം വാങ്ങിച്ച് ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പറയുക വിമാനത്തിനകത്ത് കൊണ്ടുപോകാനാണെങ്കിൽ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് അകത്ത് കയറാകുമ്പോഴത്തേക്കിനായിരിക്കും നിങ്ങൾക്കത് കൊണ്ട് തരുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ബോർഡിംഗ് പാസിൻ്റെ പുറകെ എനിക്ക് ഇതുപോലൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് തന്ന് ഇതവിടെ കാണിച്ചാൽ മതി, അവിടെ കൊണ്ട് തരുമെന്ന്. എന്തൊക്കെ പരിപാടിയാണ് ഇത്? ഇങ്ങനെയൊക്കെയാണോ? ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്കിനും ഇതാണ് അവസ്ഥ. എന്തോ അല്ലേ. അങ്ങനെ നമ്മുടെ സിഡ്നിയിലേക്ക് പോകേണ്ട ജെറ്റ് സ്റ്റാർ വിമാനം അതാ അവിടെ വന്നിരിക്കുകയാണ്. അതാണ് ജെറ്റ് സ്റ്റാർ വിമാനം. ഇത് ലോങ് റേഞ്ച് വിമാനമാണ്. ഇതിന് കുറേ ദൂരം നിർത്താതെ പറക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നേപ്പാളിലൊക്കെ ഉള്ള പോലെ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് വീണ്ടും ഉണ്ട്. ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചാണ് കേസ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്താ ഡ്യൂട്ടി ഫ്രീ ആയിട്ടാണ് വന്നേക്കുന്നത്. $4 ഒരു കുപ്പി വെള്ളം. എന്തൊരവസ്ഥയാണെന്നൊക്കെ. ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന എല്ലാ വിമാനങ്ങൾക്കും ഒരു അഡീഷണൽ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമ്മൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഉള്ള പോലെ അതാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നടന്നാണ് നമ്മൾ വിമാനത്തിൽ കയറാൻ വേണ്ടി വരുന്നത്. നോക്കി, നമ്മളെന്തായാലും ഇനിയും ധാരാളം തവണ നമ്മൾ ഫിജിയിലേക്ക് വരും. കാരണം ഇവിടെ നിന്ന് നമുക്ക് പല രാജ്യങ്ങളിലേക്കും പോകാനുണ്ട്. അത് ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റുള്ളൂ, വേറെ എവിടെ നിന്നും പോകാൻ പറ്റില്ല. ആ ഫ്ലൈറ്റൊക്കെ ഇവിടെ നിന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇനി വീണ്ടും നമ്മൾ ഫിജിയിലേക്ക് വരും ഗൈസ്. സോ വി ആർ ഗോയിങ് ടു ജെറ്റ് സ്റ്റാർ. അങ്ങനെ നമ്മൾ വിമാനത്തിൽ വന്നു ഗൈസ്. അടിപൊളി വലിയ വിമാനമാണ്, ഇഷ്ടംപോലെ സീറ്റുണ്ട്. നമ്മൾ എമർജൻസി എക്സിറ്റിലാണ് ഇരിക്കുന്നത്. 29F പുറകിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. ഈ സീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് എമർജൻസി എക്സിറ്റാണ്. ഈ വിമാനത്തിൽ ഏറ്റവും കൂടുതൽ ലെഗ് സ്പേസ് ഉള്ള സീറ്റ് ഇതാണ്. നമ്മൾ എത്ര നടന്നാലും ഈ വിമാനത്തിൽ ലെഗ് സ്പേസ് കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇതിന് വിൻഡോ ഇല്ല. ഇവിടെ പുറകിലിങ്ങനെ ചാരി ഇരുന്നാലേ ഇതിന് വിൻഡോ കാണാൻ പറ്റുള്ളൂ. അതാണ് ഇതിനാകെയുള്ളൊരു ഡ്രോബാക്ക്. വിൻഡോ ഇല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ലെഗ് സ്പേസ് ഉള്ള ഈ വിമാനത്തിലെ സീറ്റ് അതാണിത്. ഇവിടെ ക്യാബിൻ ക്രൂ ഇരിക്കും. ഈ വിമാനത്തിൽ അഡീഷണൽ ക്യാബിൻ ക്രൂ ഉണ്ടാവും 2 പേര്. അത് ഒരാൾ ഇവിടെ ഇരിക്കും, ഒരാൾ ഇവിടെ ഇരിക്കും. രണ്ടല്ല, ഒരു 1-2 എക്സ്ട്രാ ആൾക്കാരുണ്ടാവും, അവരിവിടെ ഇരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഇന്ന് ടേക്ക് ഓഫ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് റൺവേ എടുത്ത് പോയിട്ട് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ വീണ്ടും പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ ഐപാഡിൽ എന്തോ ഒരു സാധനം ചീത്തയായി. മാനുവലി വേറെ എന്തോ പേപ്പറിലെന്തോ എഴുതി കൊണ്ടുപോയി ടേക്ക് ഓഫ് ചെയ്യണമെന്ന് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പുള്ളി. ഇനിയിപ്പോൾ വീണ്ടും പോയി എഞ്ചിനീയറെ കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആളുകളൊക്കെ റെസ്റ്റ്ലെസ്സായി, എല്ലാവരും എണീറ്റ് നടക്കാൻ തുടങ്ങി. എയർഹോസ്റ്റസ് എല്ലാവരും കൊണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷെ ബഹളമൊന്നും ഉണ്ടാകുന്നില്ല ആരും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ബഹളം ഉണ്ടാകും എല്ലാവരും. ഇവിടെ ബഹളമൊന്നും ഉണ്ടാകുന്നില്ല, എല്ലാവരും ശാന്തരായിട്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. It's not easy to say, but technical issues, flight and duty times, crew rest, unfortunately has us cancelling this flight for today. അടിപൊളി. We will make arrangements for hotel accommodation for you. We've contacted the company. They will arrange that for you. As soon as our ground staff are ready, we'll get you to grab your bags, disembark and just wait in the terminal until you find out further information. I do apologise, but this issue that we have is weather radar and terrain detection related. Obviously, with this weather that we have today, we want those systems to work in perfect order. Engineers tried their hardest, but this is taking too long, and unfortunately that goes into crew rest duty times. So weather forecast is not ideal either. So we all want to be fresh and ready for that, but it's not a day today. I do apologise. അങ്ങനെ എല്ലാ പ്രതീക്ഷകളും, അതായത് നാളെ രാവിലെ എനിക്ക് സിഡ്നി എന്നുള്ള എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും. കാരണം ഈ വിമാനം നാളെ രാവിലെ ഇനിയിപ്പോൾ അവർ എപ്പോഴാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. ഇവിടുന്ന് നാളെ സിഡ്നിയിലേക്ക് വിമാനമില്ല. ജെറ്റ് സ്റ്റാർ മെൽബണിലേക്ക് നാളെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ, സിഡ്നിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് അവിടെ നിന്ന് കൊണ്ടുവരികയോ ഇത് റിപ്പയർ ചെയ്തിട്ട് നാളെ വിടുകയോ വല്ലതും ചെയ്യും. അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പാസഞ്ചേഴ്സിനും തിരിച്ചിറക്കുകയാണ്. എനിക്ക് നാളെ മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനമുണ്ട്.
അത് വേറെ ഫ്ലൈറ്റാണ്, അത് മിസ്സാവും. അപ്പോൾ ഞാനത് വേറെ ടിക്കറ്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഫ്ലെക്സി ഫെയർ ആയതുകൊണ്ട് എനിക്ക് റീഫണ്ട് കിട്ടും. അതിപ്പോൾ എന്താണെന്ന് പുറത്ത് പോയി നോക്കണം. ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തുനിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഫ്ലൈറ്റ് ചീത്തയായിട്ട് വീണ്ടും ആ രാജ്യത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്? ഇപ്പം നമുക്കിവിടെ വിസ വേണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. മെജോറിറ്റി രാജ്യങ്ങൾക്ക് ഇവിടെ വിസ വേണ്ട. പുത്തൻ ജെറ്റ് സ്റ്റാറാണ്, 1 വർഷം മാത്രം പഴക്കമുള്ള ഒരു 321 വിമാനമാണ്. അതിൻ്റെ എന്തോ ഐപാഡ് ചീറ്റായിരുന്നു എന്തോ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. എന്തോ ടെക്നിക്കൽ ടേമാണ് അവർ പറഞ്ഞത്. ഇനി ഇത്രയും ആൾക്കാർക്ക് അവരെവിടെ ഫ്ലൈറ്റ് അല്ല ഹോട്ടൽ എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ജെറ്റ് സ്റ്റാർ ഒരു ബഡ്ജറ്റ് എയർലൈനുമാണ്, നമ്മുടെ ഇന്ത്യ ഒക്കെ പോലെ തന്നെ. എല്ലാവരെയും ഇവിടെ ഇമിഗ്രേഷൻ്റെ അവിടെ കൊണ്ടുവന്നു ഇമിഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവാം. ഇമിഗ്രേഷനിലൊന്നും ചോദിച്ചൊന്നുമില്ല, അവർ ജസ്റ്റ് പാസ്പോർട്ട് വാങ്ങിച്ച് തുറന്നു നോക്കി സിസ്റ്റത്തിൽ എന്തോ എൻ്റർ ചെയ്തിട്ട് അവർ തിരിച്ച് തന്നു. നമ്മളിനിയിപ്പോൾ നമ്മുടെ ബാഗ് ഓഫ്ലോഡ് ചെയ്യും, ആ ബാഗ് കളക്ട് ചെയ്യണം ഇവിടെ നിന്ന്. അത് കഴിഞ്ഞ് എയർലൈൻ പറയാം എന്താ ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി ആദ്യം വരുമെന്ന്. എൻ്റെ പെട്ടി ആദ്യമേ തന്നെ വന്നതുണ്ടോ നോക്കി, കണ്ടോ? ഇതാണ് അത്, ആ ഒരു ട്രക്ക് അത് ഉറപ്പിച്ച്. ഇനി നമുക്ക് ഡിപ്പാർച്ചർ ഏരിയയിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി വന്നിട്ട് ഡിപ്പാർച്ചർ ഏരിയ പോയിട്ട് എന്താ പരിപാടി എന്ന് അറിയില്ല, പോയി നോക്കണം എന്താ പരിപാടി എന്നുള്ളത്. ഇവിടെയാണ് മഴയാണ്, സൈക്ലോണാണ് വരാൻ പോകുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ മഴയും കൊടുങ്കാറ്റും കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമെന്ന് കരുതി. ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയിരുന്ന കുറേ ഉറങ്ങിയെന്നേ. ഞാൻ കുറേ നേരം ഉറങ്ങി. ഞാൻ വിചാരിച്ചു നോക്കിയാൽ ടേക്ക് ഓഫ് ചെയ്ത് കാണുമെന്ന്. പിന്നെ മനസ്സിലാവുന്നത് ടേക്ക് ഓഫ് ചെയ്തില്ല എന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു നമ്മളിവിടുന്ന് എക്സിറ്റ് ചെയ്യുമ്പം അവർ സിസ്റ്റത്തിൽ നോട്ട് ചെയ്യുമല്ലോ, ആ എക്സിറ്റ് അവർ ക്യാൻസൽ ചെയ്യുമായിരിക്കും. അങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഇമിഗ്രേഷനിലാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബാഗൊക്കെ വീണ്ടും നമ്മുടെ കസ്റ്റംസിൽ സ്കാൻ ചെയ്തിട്ടാണ് പുറത്തിറങ്ങി വരുന്നത്. പക്ഷെ ഇത്രയും ആളുകൾക്ക് അവരിനി എങ്ങനെ ഹോട്ടൽ കൊടുക്കണം ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും 10-200 പേര് 200 മേലെ ആൾക്കാരുണ്ട് ആ ഫ്ലൈറ്റിലെ, ഫുള്ളായിട്ട്. ഇത്രയും ആളുകൾക്ക് അവരിനി എങ്ങനെ ഹോട്ടൽ കൊടുക്കും? എന്തൊരു കോസ്റ്റ് ആയിരിക്കും എയർലൈനിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇൻവോൾവ് ആവുന്നതെന്ന് ആലോചിച്ച്. ഹോട്ടൽ കൊടുക്കണം, ഫുഡ് കൊടുക്കണം, അടുത്ത ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ഇവരെ ഇവിടെ നിന്ന് വിടുന്നത് വരെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണ്ടേ. നമ്മൾ തിരിച്ച് വീണ്ടും ജെറ്റ് സ്റ്റാറിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയി കാത്തുകെട്ട് നിൽക്കണം. ഇവരെന്നാ പറയുന്നത്, എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഓൾറെഡി ആൾക്കാരൊക്കെ വന്ന് നിൽപ്പുണ്ട്. എനിക്കത് ബാഗേജ് ഇല്ലാത്തവരൊക്കെ ആയിരിക്കും. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ എല്ലാവരും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ കൗണ്ടറിൽ എനിക്ക് തോന്നുന്നു നാളത്തേക്ക് ഫ്ലൈറ്റ് ചോദിച്ച് വാങ്ങിച്ച് നാളത്തേക്ക് മാറ്റി എന്തൊക്കെ പരിപാടിയുണ്ട് എന്താ അറിയില്ല, അവിടെ നോക്കണം. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ അകത്ത് പോയി ബോർഡിംഗ് പാസ് കൊടുത്തു. അവർ നമുക്കൊരു ഹോട്ടൽ തന്നു, തനോവ ഇൻ്റർനാഷണൽ. അപ്പോൾ അവർ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ഇവിടെ രാവിലെ 8 മണിക്ക് ഫ്ലൈറ്റ്. അപ്പോൾ രാവിലെ ഇവിടുന്ന് ഇപ്പോൾ ഹോട്ടലിൽ പോകാനുള്ള ട്രാൻസ്പോർട്ടേഷനും തിരിച്ചു വരാനുള്ള ട്രാൻസ്പോർട്ടേഷനും എല്ലാം അവർ അറേഞ്ച് ചെയ്യും. എല്ലാവരും സെറ്റാണ്. Is it going to Tanoa? Yeah, all is going to Tanoa. Okay, I can also join, right? Yeah, okay, thank you. Oh, that's nice. അപ്പോൾ ഇവര് വെൽ അറേഞ്ച്ഡ് ആണ് കേട്ടോ പരിപാടികളൊക്കെ. എവറിത്തിങ് ഈസ് അറേഞ്ച്ഡ് പ്രോപ്പർലി, ദാറ്റ്സ് ഫോർ ഷുവർ. എല്ലാം അവർ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Yeah, so how do we come back tomorrow? They're gonna pick you. The same Epic transport. Okay, they'll tell the time? I think 5 o'clock. 5 a.m. is your pickup. Okay. Go ahead. आप धनिया बैठो. No, it's okay. You can, no problem. അവിടെ ഒരു ലോഡ് ആൾക്കാർ ഇരിപ്പുണ്ട്. അവരൊക്കെ ഇനി റൂമൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കിനും മിനിമം ഒരു 1.5 മണിക്കൂർ എടുക്കും, അതിന് മേലെ എടുക്കും. നമുക്ക് തന്നിരിക്കുന്ന ഹോട്ടൽ ഇവിടെ അടുത്താണ്, ഏകദേശം 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഹോട്ടലിൽ പോകും. ഭക്ഷണമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. കഷ്ടമുണ്ട്, വയ്യാത്ത ആൾക്കാർ, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എൻ്റെ ബാഗ് അകത്ത് കൊണ്ടുപോയോ അവർ ഓൾറെഡി? ഇത് ഏതോ വലിയ റിസോർട്ടാണ്. സോറി ദാറ്റ്സ് മൈ പാസ്പോർട്ട്, താങ്ക് യു. ഇനി ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ക്യൂ നിൽക്കണം. ഐ യു വെയിറ്റിംഗ് ടു ചെക്ക് ഇൻ? ഓക്കെ. നമ്മളിവിടെ കുറേ നേരം ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരു 10-20 മിനിറ്റ് ഇവിടെ എല്ലാവരും കൂടെ വന്നത് ഭയങ്കര തിരക്കാണ്. കുറേ ആൾക്കാരുണ്ടല്ലോ, അതിന് റൂം കിട്ടണമെങ്കിൽ ആരും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന 10-200 പേരുണ്ട്. ഈ 10-200 പേർക്ക് ഇവർ ഇത്രയും അക്കോമഡേഷനും ബാക്കിയുള്ള പരിപാടികളും എല്ലാം കൊടുക്കണ്ടേ? അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് ഓർഗനൈസ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ പറഞ്ഞ ഹോട്ടലിൽ വന്നിട്ട് ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഒരു കാലതാമസമാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആടിയും ബീടിയും ബഹളവും ആൾക്കാരൊക്കെ വഴക്കുണ്ടാക്കി അലപ്പാക്കിയാണ്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് എല്ലാവരും സമാധാനപരമായിട്ടിരിക്കുകയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽപ്പുണ്ട്. നമ്മളെപ്പോലെ തന്നെ വന്ന് എല്ലാവരും ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ക്ഷമ വേണം. ക്ഷമയാണ് എല്ലാത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്.
ക്ഷമ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നടക്കുകയില്ല. സോ അതാണ് ഇവിടെ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുട്ടികളായിട്ട് 4-5 പിള്ളേരൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, വയ്യാത്ത ആൾക്കാർ, വീൽ ചെയറിലുള്ള ആൾക്കാർ, അങ്ങനെ എത്ര ആൾക്കാർ, എത്ര ആൾക്കാരുടെ എത്ര പ്ലാനുകൾ. എയർലൈൻ എത്ര രൂപ നഷ്ടം ഉണ്ടാവും അല്ലേ? ഞാനത് ആലോചിക്കുന്നത്. 1 മണിക്കൂറായി കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. 1 മണിക്കൂർ അവിടെ ആകെ 2 പേരേ ഉള്ളൂ. അവർ ഭയങ്കര സ്ലോ ആണ്. എത്ര ആൾക്കാരാക്കി വയ്ക്കുന്നത് നോക്കിയിട്ട്. You can just write your name. So you're traveling alone, eh? Yes. So that will be a number of person only one. And your email and just say. Okay. I'll just make a copy of your ID, yeah? 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു ഗൈസ്. 1 മണിക്കൂർ. ഇവിടെ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട് തോന്നുന്നു. ഓരോരോ ബസ്സിലായിട്ട് ആൾക്കാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ. ഇതൊരു ഗംഭീര റിസോർട്ടാണ് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഫിജി വന്നിട്ട് റിസോർട്ടിൽ താമസിച്ചില്ലല്ലോ ഇതുവരെ കാര്യമായിട്ട്. അതുകൊണ്ട് നമുക്ക് ജെറ്റ് സ്റ്റാർ നമുക്ക് നല്ലൊരു റിസോർട്ട് ഫ്രീ ആയിട്ട് തന്നു. റിസോർട്ടിൽ താമസം മാത്രമല്ല, നമുക്ക് $65 നമുക്ക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കഴിക്കാനുള്ള സെറ്റപ്പും ഇവിടെയുണ്ട്. അതായത് ഇവിടെ ബൊഫേ ഉണ്ട്. ബൊഫേക്ക് $45 ഉള്ളൂ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. അതിനൊക്കെ $65. ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ വേണേൽ കഴിക്കാം. നാളെ രാവിലെ 4 മണിക്ക് പിക്കപ്പ് ആണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ 4 മണിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ടാക്സി വിളിച്ച് പോകും. അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂം എന്ന് പറയുന്നത് 319. അയ്യോ, അത് മുകളിലത്തെ നിലയിലാണല്ലോ. എന്നിട്ട് ഇവിടെ ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് പൊക്കിയെടുത്തുകൊണ്ട് പോകണം. ഇവിടെ ഹോട്ടൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് ഫിജിയിൽ. ഇപ്പോൾ ഈ റൂമിന്, ഈ ഹോട്ടലിൽ ഞാൻ വെറുതെ റേറ്റ് നോക്കിയപ്പോൾ 20,000 രൂപയാണ് ഒരു ദിവസത്തേക്ക് കാണിക്കുന്നത്. 20,000 രൂപ, അത്രയും റേറ്റ് ഉണ്ട്. പക്ഷെ ഇവർക്ക് സ്പെഷ്യൽ റേറ്റൊക്കെ ഉണ്ടാവും. നോക്കാം എങ്ങനെയാ പരിപാടി. തുറക്കൂ സീസേ. ഇതാണ് നമുക്ക് ജെറ്റ് സ്റ്റാർ തന്ന റൂം. ഇതൊരു അടിപൊളി റിസോർട്ടാണ് കേട്ടോ. 4 പേർക്ക് കിടക്കാവുന്നൊരു റൂമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അടിപൊളി ഒരു റിസോർട്ടാണിത്. ഇവിടുത്തെ പല റിസോർട്ടും അത്യാവശ്യം നല്ല പഴക്കമുള്ള റിസോർട്ടുകളാണ്. ഇത് മെയിൻറ്റൈൻഡ് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് സാധനം. ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും 20,000 രൂപയ്ക്കാണ് ഇവിടെ റൂമിനാണെങ്കിൽ. അത്രയൊക്കെ റേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇത് നല്ല സെറ്റപ്പ്. ഇത് നല്ല അടിപൊളി ഒരു റിസോർട്ടാണ്. പക്ഷേ നമുക്ക് നാളെ രാവിലെ പോകണമല്ലോ. ഇന്ന് രാത്രി ഒരു ദിവസം സ്റ്റേ മാത്രമല്ലേ ഉള്ളൂ. അവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് പൂൾ വ്യൂ ആണ്. നല്ല അടിപൊളി ഒരു പൂൾ ബാറും ഒക്കെ ആയിട്ട്. ഇത് എയർപോർട്ടിന് അടുത്ത് തന്നെയുള്ളൊരു സെറ്റപ്പാണ്. ഞാനിവിടെ ഇരുന്ന് എൻ്റെ മലേഷ്യൻ എയർലൈൻസിന് നാളെ പോകേണ്ടിയിരുന്ന ഫ്ലൈറ്റ് മറ്റന്നാളത്തേക്ക് മാറ്റുമായിരുന്നു. കാരണം നാളെ നമുക്ക് ആ ഫ്ലൈറ്റ് കിട്ടില്ല. അത് ഫ്രീ ആയിട്ട് എനിക്ക് മാറ്റാൻ പറ്റും. ഞാൻ ഈ ലാസ്റ്റ് സമയത്തൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തേ ഫ്ലെക്സി ഫെയർ എടുക്കും. കാരണം ഈ സമയത്ത് ഇതുപോലെ മൾട്ടിപ്പിൾ കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി വരുമ്പോഴത്തേക്കിനും ഫ്ലെക്സി ഫെയർ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഫ്ലെക്സിബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഇപ്പോൾ ഇതെനിക്ക് ഇപ്പം മലേഷ്യൻ എയർലൈൻസിൻ്റെ ടിക്കറ്റ് എനിക്ക് ഫ്രീ ആയിട്ട് മാറ്റാൻ സാധിച്ചു. കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ഏഷ്യ ടിക്കറ്റായിരുന്നു. അതിന് മാറ്റുന്നതിന് എനിക്ക് 3,500 രൂപയായി. അത് ഡേറ്റ് മാറ്റുന്നതിന്. ഇവരിപ്പം നാളെ രാവിലത്തേക്ക് 8 മണിക്കത്തേക്ക് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി നമുക്ക് വലിയ പ്രശ്നമില്ലാതെ എനിക്ക് ആകെ നഷ്ടം 3,500 രൂപയാണ്. പിന്നെ എക്സ്ട്രാ എനിക്ക് എൻ്റെ ഹോട്ടൽ ബുക്ക് ചെയ്ത വഴിയിൽ ഞാൻ പോയിൻറ്റ്സ് വെച്ചാൽ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ, അതെനിക്ക് റീഫണ്ട് കിട്ടില്ല. പോയിൻറ്റ്സ് എൻ്റെ 10,000-20,000 പോയിൻറ്റ്സ് നഷ്ടപ്പെട്ടു. സാമ്പത്തിക നഷ്ടമില്ല. പിന്നെ അഡീഷണൽ ഒരു ദിവസം നമ്മൾ പോവും. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്. ഒരു $500 കിട്ടും. അതൊരു ഗുണമുണ്ട്. അതാണ് ആകെയുള്ളൊരു ബെനിഫിറ്റ്. യെസ്, ഈ എയർലൈൻസിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ റൂം എടുക്കുന്നതിന് വേണ്ടി പല സ്ഥലത്തും ടൈപ്സ് ഉണ്ടാവും. പെട്ടെന്ന് ഇപ്പം 100 ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യണ്ടേ. അപ്പം ശരി, ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഡിലേ ആയതോടുകൂടി എത്ര കോസ്റ്റാണല്ലേ എയർലൈനിന് വരിക. എത്ര അഡീഷണൽ ബേർഡൻ ആയിരിക്കും വരിക. ആ ഫ്ലൈറ്റ് ഇവിടെ പാർക്ക് ചെയ്യുന്നതിൻ്റെ ചാർജ്, പിന്നെ പൈലറ്റ്സ്, മൊത്തത്തിൽ ആ ഫ്ലൈറ്റ്, ആ എയർക്രാഫ്റ്റ് മൊത്തത്തിൽ താളം തെറ്റുകയല്ലേ, റീഷെഡ്യൂൾ ചെയ്യല്ലേ. ഇതൊരു ഭയങ്കര സിസ്റ്റം ആട്ടോ ഇത് എയർലൈൻ്റെ. എൻ്റെ ഹോട്ടലിൻ്റെ റൂം കാർഡാണേ. ആ റൂം കാർഡിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നുണ്ട് റെഡ്ഡി ഫൗണ്ടേഷൻ. അപ്പോൾ ഈ തനോവ ഹോട്ടൽ എന്ന് പറയുന്നത് ഏതോ ഒരു ഇവിടുത്തെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആളുടെ ഹോട്ടൽ ആണെന്ന് തോന്നുന്നു, റെഡ്ഡി ഫൗണ്ടേഷൻ. അപ്പോൾ റെഡ്ഡി എന്ന് പറയുമ്പോൾ എന്തായാലും ഇന്ത്യൻ ആണല്ലോ. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. എന്തായാലും താങ്ക് യു ജെറ്റ് സ്റ്റാർ ഫോർ ഗിവിങ് മീ ദ റൂം. അടിപൊളി റൂം. ഞാനിതിവിടെ ഫിജി വന്നിട്ട് നല്ലൊരു റിസോർട്ടിൽ താമസിച്ചില്ലായിരുന്നു. പക്ഷേ ആ റിസോർട്ടിൽ താമസിക്കുന്ന ഫീൽ കിട്ടാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആട്ടെ. സോ ലെറ്റ്സ് ഗോ ഹാവ് ഫുഡ്. ഒരു രാത്രി എങ്കിൽ ഒരു രാത്രി അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ആളുകളുടെയൊക്കെ കഷ്ടപ്പാട് ഞാനൊന്ന് ആലോചിക്കുമായിരുന്നേ. എത്രത്തോളം ഇപ്പം പ്ലാനുകളൊക്കെ തെറ്റുന്നു. നമുക്ക് പിന്നെ ഇതൊക്കെ കണ്ടൻറ്റാണ്. നമുക്ക് ഫ്ലൈറ്റ് ലേറ്റ് ആയാലും ഫ്ലൈറ്റ് ക്യാൻസൽ ആയാലും നമുക്ക് കണ്ടൻറ്റാന്ന് പറയാം. പക്ഷേ ബാക്കി എത്ര ആളുകളുടെ പ്ലാനുകൾ മാറുന്നു. നാളെ അവിടെ ചെന്നിട്ട് അത്യാവശ്യമുള്ള എത്ര ആൾക്കാരുണ്ടാവും, എന്തോരം കാര്യങ്ങളുണ്ടാവും അല്ലേ. അതൊക്കെ നഷ്ടപ്പെട്ടു പോകല്ലേ പലരുടെ. അതൊക്കെയാണ് പിന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറന്നു പൊങ്ങിയിട്ട് അപകടം സംഭവിക്കുന്നതിലും ഭേദമല്ലേ പൊങ്ങുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് പോകുന്നത് അല്ലേ. ആൾക്കാരൊക്കെ ഇപ്പോഴും ചെക്ക് ഇൻ ചെയ്യുന്നതേ ഉള്ളൂ അവിടെ. നോക്കി
ഇപ്പോൾ ഇത്ര നേരമായിട്ട് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞില്ലേ, ആ റൂമിൽ ഇപ്പോൾ അരമണിക്കൂർ ഇരുന്നിട്ടാണ് ഇറങ്ങിയത്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ തിരക്കാണ്. ഇവിടെ എന്തൊക്കെയാണ് ഇനി ഉള്ളതെന്ന് അറിയില്ല. ആൾക്കാർ പിസ്സൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തൊക്കെയാണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, സ്വീറ്റ് പൊട്ടറ്റോ, ബേക്കൺ സലാഡ്, പൈനാപ്പിള്, വേറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബേക്ക്ഡ് ഫിഷ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, ഫ്രൈഡ് റൈസ്, പാലുസാമി ഉണ്ട്, പാലുസാമി. നമുക്ക് ബേക്ക്ഡ് ഫിഷ് എടുക്കാം. ഓ അടിപൊളി, ഇത് ഗംഭീര ഫിഷാണല്ലോ, കുറേ ഉണ്ടല്ലോ. പിന്നെ കഴിക്കാൻ ഇത് ഭയങ്കര വലിയ ഫിഷാണല്ലോ. പക്ഷെ എൻ്റെ അമ്മേ, ഇത് സാൽമൺ ഒന്നല്ല, വേറൊരു സാധനം. ഇത് ലെമൺ സോസിൽ പ്രിപ്പയർ ചെയ്തെടുത്ത എന്തോ ഒരു ടൈപ്പ് പ്രിപ്പറേഷനാണ്. ഐ തിങ്ക് റോസ്റ്റ് ചിക്കൻ. പിന്നെ ഉള്ളത് പാലുസ്വാമി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പാലുസ്വാമി എന്ന് പറയുന്നത് അത് ഒരു വെറൈറ്റി ഐറ്റമാണ്. നമ്മൾ ചേമ്പല വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പാലുസ്വാമി. റോസ്റ്റ് ചിക്കനകത്ത് കഷ്ണമൊന്നും ഇല്ലല്ലോ. ഇത് എന്ത് ഇങ്ങനെ കിടക്കുന്നത്? എല്ലാണോ? ഓ, ഇത് വീട്ടിലെ സാധനമാണ്. അത് പാലുസ്വാമി എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പാലുസ്വാമി, ഫ്രൈഡ് റൈസ്, കസാവ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. ഇതൊന്ന് പൊട്ടറ്റോ, ചില്ലി, ഇത്രേ ഉള്ളൂ സാധനം. ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഫുഡ് കൊള്ളാട്ടോ, അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. 45 രൂപ എന്ന് പറയുമ്പോഴത്തേനും വേറെ ബൊഫേ അല്ലേ? ഒരാഴ്ച 2500 രൂപയായി 40 രൂപ എന്ന് പറയുമ്പോൾ. ഞാൻ ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൾക്കാരൊക്കെ ഒന്നാലോചിച്ച് ഈ റിസോർട്ട് കാലിയായിരുന്നു. ഇന്ന് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന കുറേ ആൾക്കാർ വന്നപ്പോഴാണ് ഈ റിസോർട്ട് ഒന്ന് സജീവമായി വൈബായത്. ഇവിടെയാണ് എൻ്റെ മുറി. ദിസ് വൺ ലെറ്റ്സ് ഗോ. ഞാനിവിടെ റൂമിലിരിക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു മീഡിയ 1 യുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു വാർത്തയാണ്. കോഴിക്കോട് ദുബായ് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ തിരിച്ചിറക്കി. വിമാനത്താവളത്തിനുള്ള യാത്രക്കാരുടെ പ്രതിഷേധം നോക്കണേ. ആൾക്കാർ വഴക്കുണ്ടാക്കുന്നുണ്ട്. ഞാനിത് ആലോചിക്കായിരുന്നു കണ്ടിട്ടേ. ഇപ്പം ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഒരു മനുഷ്യൻ ഞങ്ങൾ 4 മണിക്ക് വിമാനത്തിൽ കയറിയതാണ്. 5:45 ആയപ്പോഴാണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അത്രയും നേരം ഞങ്ങൾ വിമാനത്തിൽ ഇരിക്കുക. അത്രയും നേരം ഒരു മനുഷ്യൻ അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയില്ല. ആരും എയർ ഹോസ്റ്റസിനോട് ചൂടാവുകയോ പൈലറ്റിനോട് ചൂടാവാൻ ശ്രമിക്കുകയോ. അവർക്ക് പൈലറ്റ് നിരന്തരം അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ട്, നമ്മൾ റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെക്നീഷ്യൻ വരുന്നുണ്ട്, റെക്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു ബഹളം ഉണ്ടാക്കുന്നില്ല, ഒന്നുമില്ല. അവർ കറക്റ്റ് അപ്ഡേറ്റ് വരുന്നുണ്ട്. പിന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പോയിട്ട് തിരിച്ച് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നു തിരിച്ചു വന്നു. എന്നിട്ടൊരു വീണ്ടും ഒരു 10-20 മിനിറ്റ് വിമാനത്തിലെടുത്തി അവർ ടെക്നീഷ്യനെ വിളിച്ച് വരുത്തി നോക്കി. പിന്നീടാണ് മനസ്സിലായത് അത് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, പൈലറ്റിൻ്റെ ഡ്യൂട്ടി അവേഴ്സും നോക്കണമല്ലോ, അവർക്ക് ഇത്ര മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ലെന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്തൊന്നും ആരും ഒരു ബഹളമല്ല. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നേരെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് മറ്റേ ബാഗ് കളക്ട് ചെയ്തിട്ട് കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ട് നേരെ പുറത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത കൗണ്ടറിൻ്റെ അവിടെ പോവുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഹോട്ടലും അക്കോമഡേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തരും എന്ന് പറയുന്നു. ചെക്ക് ഇൻ ചെയ്ത പോലെ തന്നെ വീണ്ടും ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നു. എനിക്ക് പെട്ടെന്ന് ബാഗ് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന കൗണ്ടറിൽ പോകാൻ പറ്റി. പെട്ടെന്ന് എനിക്ക് ഹോട്ടലിലേക്ക് എത്താൻ പറ്റി. പക്ഷേ ഇപ്പോഴും ആൾക്കാർ ലേറ്റായിട്ട് വന്നവരുണ്ട്. എത്ര മണിക്കൂർ ഏതൊക്കെ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ടി യാത്ര ചെയ്യുന്ന ആൾക്കാർ. അവരൊക്കെ ഹോളിഡേയ്സിന് വന്നതായിരിക്കും, തിരിച്ചു പോകുന്നതായിരിക്കും. എന്നാലോചിച്ച് നോക്കിയേ, ഇന്ന് സൺഡേയും കൂടിയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നാളെ ജോലിക്ക് പോകേണ്ടവരുണ്ടാവാം, നാളെ പല കാര്യങ്ങളിൽ തിരിച്ചു പോയിട്ട് പല ആവശ്യങ്ങളുള്ളവരുണ്ടാവാം. അവരുടെ ഒരു ദിവസത്തെ ജോലി നഷ്ടപ്പെടും. ഒത്തിരി നഷ്ടങ്ങൾ പലർക്കും ഉണ്ടാവുന്നുണ്ട്. ആരെങ്കിലും ആ ഫ്രസ്ട്രേഷൻ ആരും കാണിച്ചില്ല. പക്ഷേ എയർലൈനും അത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തു. എയർലൈൻ അത് വളരെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്തു. എന്നിട്ട് നമ്മളവിടെ പുറത്ത് അവർ ഹോട്ടൽ അസൈൻ ചെയ്യുന്നു. പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുവരാനുള്ള വണ്ടികൾ അറേഞ്ച് ചെയ്യാൻ അവിടെ ഒരു സ്റ്റാഫ് വേറെ നിൽക്കുന്നു. അവർ നമ്മളെ വണ്ടി കയറ്റി വിടുന്നു, ഇവിടെ വരുന്നു, റൂം തരുന്നു. എല്ലാത്തിനും ഇവിടെ വന്നിട്ട് 1 മണിക്കൂറാണ് ഞാൻ പോലും അവിടെ ക്യൂ നിന്നത് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. നമ്മൾ സമ്മതിക്കുമോ? നമ്മുടെ നാട്ടിലാണ് ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുക 1 മണിക്കൂർ ക്യൂ നിൽക്കാനായിട്ട്. നമ്മൾ ബഹളം ഉണ്ടാക്കില്ലേ? നമ്മുടെ നാട്ടിൽ ബഹളം ഉണ്ടാക്കില്ലേ? ഇവിടെ ഒരു ബഹളം ഉണ്ടാക്കുന്നില്ല. അടങ്ങി ഒതുങ്ങി ശാന്തമായിട്ട് സമാധാനത്തോടെ നിൽക്കുന്നു. ആർക്കും ഒരു തിരക്കുമില്ല. ഫ്ലൈറ്റിൽ ചില ആൾക്കാർ ഭയങ്കര ഹാപ്പിയായി, ഒരു ദിവസം എക്സ്ട്രാ കിട്ടിയല്ലോ എന്നുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ചിലരുടെ മുഖത്ത് അതില്ല, വിഷമം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വരുന്നു. നോക്കിയേ, അത് 2 കാര്യങ്ങളാണ് ഈ ബഹളം ഉണ്ടാക്കാത്തതിൻ്റെ റീസൺ. ഒന്ന്, സിസ്റ്റം ഇങ്ങനെയാണ്.
ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ നിനക്ക് അതിൻ്റെ ആയിട്ടുള്ള പണിഷ്മെൻറ്റും ശിക്ഷയും കിട്ടും. പിന്നെ സ്റ്റാഫിനോട്, എയർപോർട്ടിലെ സ്റ്റാഫിനോട് ബാഡ് ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ നോ ഫ്ലൈ ലിസ്റ്റിലിടും, പിന്നെ നിന്നെ ബാൻ ചെയ്യും, പിന്നെ കേസ് എടുക്കും. അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആവണം. എയർപോർട്ട് സ്റ്റാഫിനോട്, നമ്മുടെ നാട്ടിലും എയർപോർട്ടിലെ സ്റ്റാഫിനോട് ബാഡ് ബിഹേവിയർ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചാൽ അത് കേസാക്കാനും, എയർപോർട്ടിലെ റൂൾസ് ആർ ഡിഫറെൻറ്റ്. അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും അഴക്കുകളും ബഹളമൊന്നും ആരും ഉണ്ടാക്കില്ല. ടെക്നിക്കൽ പ്രോബ്ലംസ് എപ്പോൾ വേണേൽ ഉണ്ടാവാം, അതിൽ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ എക്സെപ്ഷൻ കേസസ് ഉണ്ട്. ഇപ്പോൾ അബദ്ധവശാൽ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് വരുന്ന വഴിക്ക് ഇൻഡിഗോയുടെ വിമാനം മുംബൈയിൽ വെച്ചിട്ട് അബദ്ധവശാൽ അവന്മാരുടെ മിസ്റ്റേക്കിൽ ഗൽത്തീസെ ഹോഗയ എന്നുള്ള രീതിയിൽ നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റാണ്ടിരുന്നത്. അന്നേരം നമ്മൾ അവിടെ ബഹളം ഉണ്ടാക്കി. ഞാൻ അന്നേരം അത്യാവശ്യം അവിടെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ നമ്മുടെ അതേ ഫ്ലൈറ്റിൽ തന്നെ നമ്മൾ കയറ്റി വിടുകയും ചെയ്തു. അവരുടെ മിസ്റ്റേക്ക് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അത്യാവശ്യം വോയിസ് റേസ് ചെയ്ത് സംസാരിക്കാം എന്നല്ല അതിന് പറയുന്നത്. അതിന് എന്താ പറയുക, നമുക്ക് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം അവരോട്. അവിടെയും അത് ഈ പറഞ്ഞ പോലെ അസഭ്യം വിളിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. മാന്യമായിട്ട് സംസാരിക്കാം. നമുക്ക് റൈറ്റ്സ് ഉണ്ട്. അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ജപ്പാനിലൊരു തവണ എന്നെ ഹരാസ് ചെയ്തിരുന്നു. ജപ്പാനിൽ നിന്ന് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് അവിടുത്തെ എയർപോർട്ടിലെ സ്റ്റാഫ് എന്നെ ഹരാസ് ചെയ്തിരുന്നു. ഞാൻ മാക്സിമം കുറേ മിണ്ടാണ്ടിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്കിനും എനിക്ക് ശബ്ദം ഉണ്ടാക്കേണ്ടി വന്നു, എനിക്ക് ബഹളം ഉണ്ടാക്കേണ്ടി വന്നു. അവസാനം പിന്നെ ഒരു സോറിയൊക്കെ പറഞ്ഞിട്ടാണ് കയറ്റി വിട്ടത്. അപ്പം നമ്മൾ ഒരു പരിധിവരെ നമ്മൾ സംയമനം പാലിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്താണ് 100% ന്യായം എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതിനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന്, നമ്മുടെ ആൾക്കാർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട്. 2, എയർലൈൻ്റെ റെസ്പോൺസിബിലിറ്റി. ചില എയർലൈൻസ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. ഇപ്പോൾ ഇൻഡിഗോ ഒക്കെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻഡിഗോയ്ക്ക് ഇന്ത്യയിൽ ഇതേപോലെ ഒരു ഫ്ലൈറ്റ് ക്യാൻസലായെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവർ അക്കോമഡേഷൻ കൊടുക്കുമോ എന്നൊക്കെ എനിക്കറിയില്ല. പക്ഷേ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദേ വിൽ ഡു ഇറ്റ്, ദേ ഹാവ് ടു ഡു ഇറ്റ്. അതാണ് ആ രാജ്യത്തിൻ്റെ നിയമം, അതാണ്. അപ്പോൾ അതാണ് സംഭവം. സോ എന്തായാലും കിടന്നുറങ്ങാം. 10:30 രാവിലെ എണീക്കണം. പുറത്ത് ഭയങ്കര മഴയാണ് ഗൈസ്. ഞാൻ ഇവിടെ ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. പുറത്ത് ഭയങ്കര കാറ്റും മഴയായിരുന്നു. നാളെ സൈക്ലോണാണെന്നും പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസലാക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ 5:30 മണിയായി ഗൈസ്. 5:30 മണി. ഒരു 4 മണിക്ക് ചെക്കൗട്ട് ചെയ്ത് പോകണമെന്നൊക്കെ പറഞ്ഞാണ്. 4 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പോകാൻ തന്നെ കൊണ്ടുപോയി. 5:30 ആയി. 6 മണിയായപ്പോൾ ഇറങ്ങണ്ടേ ഉള്ളൂ. 8 മണിക്കാണ് ഫ്ലൈറ്റ്. 4 മണിക്ക് അവർ പറഞ്ഞെങ്കിലും നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നമുക്ക് എയർപോർട്ടിൽ പോയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അവർ വിടത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് പോവാം. ഇവിടെ ടാക്സി ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടാക്സിക്ക് 10 രൂപ എല്ലാം കൊടുത്താൽ മതി എന്നാണ് വിചാരിക്കുന്നത്. നോക്കട്ടെ. രാവിലെ കുളിച്ച് ഫ്രഷായി ഇറങ്ങി. പുറത്ത് മഴയാണ്. ലൈക്ക് ആർ ദേ വെയിറ്റിംഗ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ? ഓക്കെ ഫൈൻ, താങ്ക് യു. ശരി, ലേറ്റ് ആയിരുന്നാലും ഇവിടെ വണ്ടി ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് രാവിലെ. നമുക്ക് പോകാനുള്ള ബസ് വന്നു. ഒരു വലിയ ബസ്സിലാണ് വരുന്നത്. ആ ബസ്സിൻ്റെ പുറകിൽ ഇതുപോലത്തെ ഒരു സാധനമുണ്ട്. ഇതിനകത്താണ് പെട്ടി ഇതൊക്കെ വെക്കുന്നത്. ഹായ് ബുലാ, താങ്ക് യു. ആൾക്കാരൊക്കെ എത്ര ഒരു പെട്ടികളായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നത്. എന്ത് കഷ്ടമല്ലേ. എല്ലാവർക്കും എത്ര ബുദ്ധിമുട്ടായി കാണും. ആ 4 പിള്ളേരുമായിട്ടുള്ള പാരൻസിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നത്. കഷ്ടം. സമയം ഇപ്പം 6 മണിയാവുന്നു. 6 മണി. അവിടെ അകത്ത് ഭയങ്കര ക്യൂ ആണ്. രാവിലെ വീണ്ടും ജെറ്റ് സ്റ്റാറിൻ്റെ അവിടുത്തെ തിരക്ക് നോക്കി. അയ്യോ, ഇന്നലെ നമ്മൾ ക്യൂ സ്കിപ്പ് ചെയ്ത പോലെ ഇന്നിപ്പോൾ സ്കിപ്പ് ചെയ്യാം. അതായത് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. എന്ത് തിരക്കാ. ഇന്നലെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ വെയിറ്റിംഗ് ആണ്. സ്റ്റാഫ് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു. എനിക്കൊന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ അത്രയും ആൾക്കാരെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പോകാനായിട്ട് ബോർഡിംഗ് പാസ് വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ കൂട്ടത്തിൽ $15 ഒരു റിഫ്രഷ്മെൻറ്റ് വൗച്ചർ, അതായത് എന്തെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു റിഫ്രഷ്മെൻറ്റ് വൗച്ചർ ഇതിവിടെ എയർപോർട്ടിൽ നിന്ന് യൂസ് ചെയ്യാം. അത് അങ്ങനെ ഒരു സാധനം കൂടെ അവർ തന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു ബഡ്ജറ്റ് എയർലൈനാണ് ജെറ്റ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇവർ ഇത്രയൊക്കെ സംഭവങ്ങൾ ചെയ്തു. നമുക്ക് റൂം എടുത്ത് തന്നു, ഡിന്നർ തന്നു, ബ്രേക്ക്ഫാസ്റ്റ് തന്നു, അങ്ങനെ പല പല സംഭവങ്ങൾ തന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സീ ഹൗ ദ എയർലൈൻ ഈസ് ട്രീറ്റിംഗ് ദ പാസഞ്ചർ അല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കോണ്ടസിൻ്റെ എന്താ പറയുക ഒരു ഇതാണ് ജെറ്റ് സ്റ്റാർ എന്ന് പറയുന്നത്. കോണ്ടസിൻ്റെ ബഡ്ജറ്റ് എയർലൈനാണ്. രാവിലെ കുറേ ഫ്ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, എത്ര ഫാസ്റ്റായിട്ട് അറിയോ സെക്യൂരിറ്റി ഇമിഗ്രേഷനും എല്ലാവരും പ്രവർത്തിക്കുന്നത്. ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. തിരക്കുണ്ട് രാവിലെ എയർപോർട്ടിൽ. ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സ് ഉണ്ട് രാവിലെ. ഭയങ്കര തിരക്കാണ്. ജെറ്റ് സ്റ്റാർ എന്ന കൂപ്പണിൽ രാവിലെ ഒരു ബർഗർ കിങ്ങിന്ന് ഒരു ബർഗറും ഒരു കാപ്പിയും വാങ്ങിച്ച്
അത് $15 ആയിരുന്നില്ല, ഇത് $25, $10 എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സാധനങ്ങൾ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. എല്ലാ എയർപോർട്ടുകളിലും ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊരു കുപ്പി ക്യാരി ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം എടുത്ത് കിട്ടും. 5,64,610 ആളുകൾ ഇവിടുന്ന് കുപ്പിക്കകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടെന്നാണ് കൗണ്ട് കാണിക്കുന്നത്. കണ്ടോ, സിമ്പിൾ പരിപാടി അല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും ബോർഡിങ്. വീണ്ടും ഇന്നലത്തെ പോലെ തന്നെ ബാഗ് എക്സ്ട്രാ സെക്യൂരിറ്റി ഉണ്ട് ഓസ്ട്രേലിയയിലേക്കുള്ള വിമാനങ്ങളിൽ. US ഉള്ള പോലെ തന്നെ ഉള്ള പരിപാടി. അപ്പോൾ ഇത് ഫിജി എയർവേസിൻ്റെ എയർബസ് 330 വിമാനമാണ്. ഫിജിക്ക് ധാരാളം വലിയ വിമാനങ്ങളുണ്ട്. ഫിജി ഇവിടുന്ന് ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അമേരിക്കയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ലോസ് ഏഞ്ചൽസ്, സാൻ ഫ്രാൻസിസ്കോ, പിന്നെ ഓസ്ട്രേലിയയുടെ പല സിറ്റികളിലേക്ക്, അഡലേഡ്, ബ്രിസ്ബെയിന്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക്. ഐ തിങ്ക് ദേ ഹാവ് എ ഫ്ലൈറ്റ് ടു സിംഗപ്പൂർ ഓൾസോ. എനിക്ക് ഉറപ്പില്ല. ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഗൈസ്, ഞാൻ അവിടെ നിന്ന് നിറച്ച വെള്ളം ഇവിടെ നിന്നവന്മാർ പറഞ്ഞു ഈ വെള്ളം കൊണ്ടുപോകാൻ പറ്റൂല എന്ന്. അതായത് എന്താ സംഭവം എന്നറിയില്ല. ഞാൻ കുടിച്ച് കാണിച്ചു, ഇത് വെള്ളമാണ്, ഇവിടെ നിന്ന് അകത്തുനിന്ന് നിറച്ചതാ. അപ്പം പറഞ്ഞു സാർ അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ വെള്ളം അവിടെ കളഞ്ഞിട്ട് ആ കാലുകുപ്പി എനിക്ക് തിരിച്ചു തന്നു. ഫിജിന്ന് പോകുമ്പോഴത്തേക്കിനും ഫിജിയുടെ ഒരു ബോട്ടിൽ കയ്യിൽ വേണമല്ലോ, അതുകൊണ്ട് എടുത്തതാ. അപ്പോൾ ഭയങ്കര കഷ്ടമായി പോയി. ഞാനറിഞ്ഞു ഇതിങ്ങനെ ചെയ്യുമെന്ന്. ഇത് ചുമ്മാ ഒരു ബാഗ് തുറന്ന് എക്സ്ട്രാ ഒരു പരിശോധന അത്രേ ഉള്ളൂ. പക്ഷേ ഓരോരോ റൂൾസ് അങ്ങനെയാണ്. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് വെള്ളം വാങ്ങണം നിർബന്ധമാണ്, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. ഈ ഫിജി എയർവേസിൻ്റെ ഓരോ എയർക്രാഫ്റ്റുകൾക്കും അവർ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഫിജിയിൽ തന്നെ പല ദ്വീപുകളുണ്ടല്ലോ, ആ ദ്വീപുകളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ എയർലൈനിനും ഓരോ എയർക്രാഫ്റ്റിനും അവർ ഡിഫറെൻറ്റ് പേരുകൾ കൊടുത്തു. ഇതൊന്നും കറക്റ്റ് ടൈമിന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. 8 മണിക്കൊന്നും പോകാൻ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ 7:45 കഴിഞ്ഞ് ഇപ്പോഴും ആൾക്കാർ പതുക്കെ വന്ന് കയറുന്നേ ഉള്ളൂ, ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇന്നലെ നമ്മുടെ ഫ്ലൈറ്റ് അപ്പുറത്താണ് ഇട്ടിരുന്നത്. ഇന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടെങ്ങാണ്ട് മാറ്റിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടില്ലേ, വെൽക്കം ഹോം ഫിജി എയർവേസ്. ഫിജി എയർവേസിൻ്റെ ഹോം ഹബ്ബാണിത്. ലാഭം വരുന്ന സ്പീഡ് നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിപ്പോയി താഴേന്ന് പോയിട്ട് അപ്പുറത്തോടെ കയറണം. കാരണം റിപ്പയർ ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടായിരിക്കും. എന്നാലും ജെറ്റ് സ്റ്റാർ ഇത്ര നന്നായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു എയർലൈൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടു പഠിക്കണം. അത് പുത്തൻ എയർക്രാഫ്റ്റ്, 1 വർഷം പഴക്കമുള്ളൂ, 1 വർഷം മാത്രം പഴക്കമുള്ള വിമാനമാണ്. പക്ഷെ അത് പോകാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ മഴയത്ത് നമ്മൾ വീണ്ടും വിമാനത്തിൽ കയറാൻ പോകുന്നു. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നലെ ഇത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് പൊങ്ങിയിരുന്നെങ്കിലേ എങ്ങനെ അവർ ഡീൽ ചെയ്തേനെ അല്ലേ. ഒരാൾ കയറാൻ വയ്യാത്ത ഒരാൾ എയർ ഹോസ്റ്റസ് ഒക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് കയറ്റുന്നത് കേട്ടോ. പീപ്പിൾ ആർ സോ കൈൻഡ്. പിന്നെ ഇവർ അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു ഫ്ലൈറ്റിൽ ലിമിറ്റഡ് ഫുഡേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കയറണം, ഇല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ്മെൻറ്റ് ചെയ്തായിരുന്നു. കാരണം ഇവർക്ക് ഇവിടുന്ന് കേറ്ററിങ് ഉണ്ടാവില്ല. ഈ വിമാനങ്ങൾക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ലക്ഷക്കണക്കിന് രൂപ വരുന്ന നഷ്ടമില്ലേ, അതാര് ഡീൽ ചെയ്യും? അതിന് വല്ല ഇൻഷുറൻസ് ഉണ്ടാവുമോ അവർക്ക്? അതോ എന്താണ്? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇപ്പൊ ഈ ഒരു വിമാനം ഇത്രയും വൈകിയോണ്ട് എന്തോരം മാറ്റങ്ങളുണ്ടായി അല്ലേ? Yeah, I'll show you. You have the same crew, right? Yes. Oh, you stayed here yesterday. Same. Okay. Same. Thank you. കഷ്ടമുണ്ട് അവരുടെ അവസ്ഥ ഒന്ന് അരിച്ചേക്ക്. അപ്പോൾ എല്ലാവരെയും വെൽക്കം ബാക്ക് പറഞ്ഞുകൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത്. വേറെ വഴിയില്ലല്ലോ. വെൽക്കം ബാക്ക്. ഫസ്റ്റ് ടൈമാണ് വെൽക്കം ബാക്ക് കേൾക്കുന്നത്. ഇതിപ്പോൾ 1A ആണ്. ഇന്നലെ എൻ്റെ സീറ്റ് പുറകിലായിരുന്നു, 29 ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വെറുതെ ആപ്പിനകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കിന് ഈ സീറ്റ് എംപ്റ്റി ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, അത് എടുത്തു. കാരണം ഞാൻ ഓൾറെഡി എനിക്ക് ഈ സീറ്റ് എടുക്കുന്നതിന് വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. കാരണം ഇത് ഞാൻ ഓൾറെഡി പെയ്ഡാണ്. എനിക്ക് എക്സ്ട്രാ ലെഗ് റൂം സീറ്റ് കിട്ടാനുള്ള പേയ്മെൻറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഞാനിതങ്ങ് എടുത്തു. എയർ ഹോസ്റ്റസിനൊക്കെ പരിചയമുണ്ട്. എന്നോട് ചോദിച്ചു നീ സീറ്റ് മാറ്റിയല്ലേ? ഇതെന്ന് പറഞ്ഞാൽ അതേ സീറ്റ് മാറ്റി. ഓക്കെ. ഇപ്പോൾ ഈ വിമാനത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങോട്ടും അറിയാം. കാരണം കഴിഞ്ഞ കുറേ നേരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും പണ്ട് അമേരിക്കയിൽ വെച്ചിട്ട് ഞാൻ വിമാനത്തിൽ ഇതേപോലെ ഇറങ്ങി കയറിയിട്ടുണ്ട്. പക്ഷേ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടില്ല. Once again, welcome aboard your service through to Sydney. Apologies again for the delays yesterday with the engineering issues that we've had. That's all fixed now. We should be underway shortly. We're just waiting on final paperwork confirmation. നമ്മളിപ്പം ഡിലേ ആവുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഈ പാസഞ്ചേഴ്സിൻ്റെ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് വാങ്ങിച്ചവരുടെ ഇന്നലെ വാങ്ങിച്ചവരുടെ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ഡ്യൂട്ടി ഫ്രീയിലെ ആൾക്കാർ കൊണ്ട് തരണം, എന്നാലല്ലേ ഈ പാസഞ്ചേഴ്സ് ബഹളം ഉണ്ടാക്കില്ലേ. അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. ഇപ്പോൾ ഈ എയർപോർട്ടിൽ ഡിലേ ആവുന്ന ഓരോ മിനിറ്റും എയർലൈൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇവർക്ക് പൈസ കൊടുത്തോണ്ടിരിക്കണമല്ലോ, ഇവർക്ക് ഫൈനും ബാക്കിയുള്ള എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. കഷ്ടമുണ്ട് അവസ്ഥ നോക്കിക്കോടെ. ഡ്യൂട്ടി ഫ്രീയിൽ വാങ്ങിച്ച ഓരോ സാധനങ്ങളാണിത്. ഇവര് പാസഞ്ചേഴ്സിന് കൊണ്ട് കൊടുക്കണ്ടേ. നമ്മളങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേഡ് അറ്റത്ത് നിൽക്കുകയാണ്. ഇന്നലെ ഇതേപോലെ വന്ന് നിന്നാണ്.
എന്നിട്ടാണ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോയത്. നമ്മൾ നീങ്ങി തുടങ്ങി, എഞ്ചിനുകൾ രണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. അടിപൊളി. ഇതെന്തത്? ഇത് വീണ്ടും തിരിച്ചു പോകണം. ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നില്ലല്ലോ. വീണ്ടും കറങ്ങി തിരിച്ച് എങ്ങോട്ട് പോകുന്നു? ഇതെന്താ സംഭവിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ റൺവേയുടെ അറ്റത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. ഓക്കെ ഷോർട്ട് റൺവേ ആണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും അടിപൊളി ടേക്ക് ഓഫ് ആയിരിക്കും. ദൈവമേ പൊങ്ങണേ. രണ്ട് റൺവേ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലായിടത്തും മഴയൊക്കെ പെയ്ത് ചെളിവെള്ളമാണ്. കടലിലൊക്കെ ചെളിവെള്ളം കണ്ടാവും. എന്തായാലും ഫിജി വാസ് ബ്യൂട്ടിഫുൾ. നല്ല കുറേ എക്സ്പീരിയൻസ് കിട്ടി. അവസാനത്തെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വെച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ. ബട്ട് ദിസ് ഇസ് ഓൾസോ വെൻ വെൽ. ഇനി നമുക്ക് ഫിജിയിൽ വരണം. ധാരാളം പല തവണ ഫിജിയിലേക്ക് വരേണ്ടി വരും. അത് കണ്ടോ, നദിയിൽ നിന്നുള്ള ചെളിവെള്ളം വന്ന് കടലിൽ മിക്സായിട്ട് കളറ് മാറി കിടക്കുന്ന കണ്ടോ? നോക്കി കണ്ടോ, അത് വളരെ വ്യക്തമായിട്ട് കാണാം. അത് കണ്ടില്ലേ? ഫിജിയുടെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐലൻഡ്സും ആ ഒരു റീഫും ഒക്കെ കണ്ടില്ലേ? എന്ത് രസമല്ലേ കാണാനായിട്ട്. ചില ഐലൻഡുകളൊക്കെ അൺഇൻഹാബിറ്റൻ്റ് ആണ്, ചിലയിടത്തൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള ചെറിയ ചെറിയ മലകൾ, ഇങ്ങനെ കുറേ മലകൾ ചേർന്ന് കുറേ ഐലൻഡുകൾ ചേർന്നാണ് ഫിജി എന്ന് പറയുന്ന രാജ്യം. അങ്ങനെ കടലിൻ്റെ മേലിലൂടെ ഏകദേശം 3.5 മണിക്കൂറോളം പറന്ന് ഇനിയിപ്പോൾ ഒരു 10-20 മിനിറ്റിൽ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ നമ്മൾ സിഡ്നിയിൽ ലാൻഡ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആനയ്ക്ക് സംഭാവന നല്ല ടെർബുലൻസ് ഉണ്ട്. സിഡ്നിയിൽ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെയാണ്, കടലിലൂടെ ഇങ്ങനെ പോയിട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്ന പോലെ തോന്നും. പോർട്ടെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. മെൽബണും ഇതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലാൻഡ് കിട്ടുമ്പോൾ സിഡ്നിയിലാണ്. അങ്ങനെ ഫൈനലി വി റീച്ച്ഡ് ഓസ്ട്രേലിയ ഗൈസ്. അയ്യോ എത്ര നേരമായി. ഇവിടെ ഖത്തറിൻ്റെ 2 വിമാനങ്ങൾ, എമിറേറ്റ്സിൻ്റെ 2-3 350 380 ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഇറാൻ്റെ പ്രശ്നങ്ങൾ കാരണം അവിടത്തേക്ക് എയർപോർട്ടുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഈ എടുക്കുന്ന ദിവസങ്ങളിൽ അവിടെ എയർപോർട്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറേ വിമാനങ്ങൾ ഇവിടെ ഇതുപോലെയുള്ള പല എയർപോർട്ടുകളിലും ഗ്രൗണ്ടഡ് ആണ്. എന്തൊക്കെ അവസ്ഥകളാണ് അല്ലേ എയർ ട്രാവൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും. ഈ പറഞ്ഞ പോലെ ഒരു രാജ്യം അടച്ചു കഴിഞ്ഞാൽ തീർന്നു. എന്നാലും ചോദിക്കും, ദുബായിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും മലയാളികളായിട്ടുള്ള ആൾക്കാരും പെട്ടെന്നൊരു എമർജൻസിക്ക് നാട്ടിലേക്ക് വരണമെങ്കിലും തിരിച്ചു പോകണമെങ്കിലും ഒക്കെ വിമാനം പോലും കിട്ടാത്തൊരവസ്ഥ. കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ച ലോക്ക്ഡൗൺ പോലെയുള്ള ഒരു സംഭവം. എന്തൊക്കെ ബുദ്ധിമുട്ടുകളല്ലേ. ചരക്ക് നീക്കത്തെ ബാധിക്കും, പിന്നെ പാസഞ്ചർ മൂവ്മെൻറ്റിനെ ബാധിക്കും. ഒരു 2 രാജ്യങ്ങൾ തമ്മിലുണ്ടാവുന്ന, അല്ലെങ്കിൽ 2-3 രാജ്യങ്ങൾ തമ്മിലുണ്ടാവുന്ന യുദ്ധം ശരിക്കും ലോകമെമ്പാടുമുള്ള മറ്റ് പല രാജ്യങ്ങളെയും പല രീതികളെയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അഫക്റ്റ് ചെയ്യും. നമ്മുടെ എക്കണോമിയെ ബാധിക്കും. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. ആ കാണുന്ന ഫ്ലൈറ്റ് കണ്ടോ, അതിലാണ് ഞാൻ അടുത്ത ദിവസം നാട്ടിലേക്ക് പോകേണ്ടത്. മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനമാണ്. എയർബസ് 330 ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. യെസ്, ഐ തിങ്ക് സോ. അപ്പോൾ ഇതിലാണ് ഞാൻ അടുത്ത ദിവസം കോലാലംപൂരിലേക്ക് പോകുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ അമ്മ അങ്ങനെ ഫൈനൽ എത്തി. ഈ വീഡിയോ തുടങ്ങുമ്പം ഞാൻ എന്താ പറഞ്ഞേ, 17 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിമാനയാത്ര ആരംഭിക്കുകയാണ്. ഫിജിയിൽ നിന്നും കോലാലംപൂർ വഴി കൊച്ചിയിലേക്ക് അല്ലേ. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചത്? 17 മണിക്കൂറല്ല, 18 മണിക്കൂർ എടുത്തു. ഓക്കെ, ഇന്നലെ വൈകിട്ട് 4 മണിക്ക് യാത്ര ആരംഭിച്ച ഞാൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12, ഇവിടുത്തെ സമയം 1 മണിക്കാണ് ഇവിടെ എത്തുന്നത്. അപ്പം 18 മണിക്കൂർ യാത്രയായില്ലേ. അതാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും താങ്ക് യു ജെറ്റ്സ്റ്റാർ ഫോർ വണ്ടർഫുൾ, അടിപൊളി ഒരു എക്സ്പീരിയൻസ്. നമുക്കൊരു വീഡിയോ ആയി. എയർ ന്യൂസിലൻഡിൻ്റെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. അടിപൊളി ലിവറിയാണ് അവിടെ, നല്ല കിടിലൻ ലിവറിയാണ്. അവരുടെ ഫേൺ ഉണ്ടല്ലോ, ആ ഫേൺ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കുറേ 380 കിടപ്പുണ്ട്. എമിറേറ്റ്സിൻ്റെ ഒക്കെ 380 കിടപ്പുണ്ട്, അത് മാറ്റിയിട്ടിരിക്കുക. പിന്നെ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ 380 കിടപ്പുണ്ട്. മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ്, അതിൽ നമ്മൾ അടുത്ത ദിവസം പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും പ്ലാനൊക്കെ മാറ്റി ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്നല്ലേ, ഒരു അടിപൊളി ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു. ഇമിഗ്രേഷനിൽ എന്നോട് ഒന്നും ചോദിച്ചില്ല, നത്തിങ്, നോട്ട് ഈവൻ സിംഗിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി പാളിയും തോന്നി കേട്ടോ. കാരണം നമ്മൾ ഇത്തവണ ഫസ്റ്റ് ഓഫ് ഓൾ ലാസ്റ്റ് ബാഗ് ഇട്ടല്ല ആദ്യം വരുന്നുള്ള സ്ട്രാറ്റജി പാളിയും തോന്നുന്നു. ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഇപ്പോഴാണ് ഞങ്ങളുടെ ബാഗ് വന്ന് തുടങ്ങിയത്. 1/2 മണിക്കൂറായിട്ട് ഇപ്പോഴാണ് ബാഗ് വന്ന് തുടങ്ങിയത്. വന്നിട്ടും എൻ്റെ ബാഗ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. സ്റ്റിൽ വെയിറ്റിംഗ്.
കട്ട പോസ്റ്റ് ഹേ ബാഗ് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ്. വീണ്ടും വെൽക്കം ടു സിഡ്നി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഇത്തവണ താമസിക്കാനായിട്ടുള്ള റൂം എടുത്തിരിക്കുന്നത്, ഹോട്ടൽ എടുത്തിരിക്കുന്നത് നമ്മുടെ സിഡ്നി ഹാർബർ ബ്രിഡ്ജിൻ്റെ താഴെയാണ്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ട്രെയിനിൽ കയറി സിറ്റി സെൻറ്ററിലെങ്ങാണ്ട് പോയിട്ട് അവിടെ നിന്ന് ബസ്സിലൊക്കെ കയറി വേണം പോകണമെന്നാണ് തോന്നുന്നത്, അറിയില്ല. എന്തായാലും 1 മണിക്കൂർ എടുക്കും ഇവിടുന്ന്. എൻ്റെ ഇനീഷ്യൽ പ്ലാൻ പ്രകാരം ഞാനിവിടെ രാത്രിയിൽ 8:30 ആകുമ്പോഴത്തേക്കിനും സിഡ്നി എത്തുന്നു. ഇവിടെ പുറത്ത് ഒരു ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. അവിടെ കിടന്നുറങ്ങി രാവിലെ 9 മണിക്കുള്ള അടുത്ത വിമാനത്തിൽ കയറി കോലാലംപൂർ പോകുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷെ അതാണ് നമുക്ക് കുളമായി കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്ലാൻ ഒഴിവായിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ എക്സ്ട്രാ ഒരു ദിവസം കിട്ടി. കാരണം ഞാൻ ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്തപ്പോഴത്തേക്കിനും അഡീഷണൽ ഒരു ദിവസം എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ അഡീഷണൽ ഒരു ദിവസം കൂടെ കിട്ടി. സോ നമ്മളിപ്പം നല്ല തിരക്കുള്ളൊരു എയർപോർട്ടാണ് കേട്ടോ. ഇഷ്ടം പോലെ ചൈനക്കാരെ കാണാൻ പറ്റും നമുക്ക്, ഇഷ്ടം പോലെ. സിഡ്നി എന്ന് പറയുന്നത് ചൈനക്കാരുടെ ഒരു കേന്ദ്രമാണ്. ഇവിടെ ഇന്ത്യക്കാരെ കാട്ടി കൂടുതൽ ചൈനക്കാരാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ക്യാമറ ഇത്ര നേരം ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ എത്ര ചൈനക്കാരുണ്ടെന്നുള്ളത്. ചൈനീസ് അത്രയധികം സിഡ്നിയിൽ. എനിക്കറിയത്തില്ല ഇതിനും മാത്രം ചൈനക്കാർ ഇവിടെ വരാൻ കാരണം എന്താണെന്നുള്ളത്. എന്തായാലും അറിയില്ലേ, വെൽക്കം, സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് പല ഭാഷകളിലുണ്ട്. വോഡഫോൺ ഇവിടുത്തെ നല്ലൊരു നെറ്റ്വർക്കാണ്. വോഡഫോൺ, ടെലസ്ട്ര ഒക്കെയാണ് ഇവിടുത്തെ നല്ല നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. സോ വേർ ഇസ് ദ ട്രെയിൻ സ്റ്റേഷൻ. ഞാനിപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ബാർബേഴ്സ് ലൗഞ്ച്. എയർപോർട്ടിനകത്ത് ബാർബർ ഷോപ്പ്, സമയം ഉണ്ടെങ്കിൽ മുടി വെട്ടാൻ അടിപൊളി. ബാർബേഴ്സ് ലൗഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് എയർപോർട്ടിനകത്ത് ബാർബർ ഷോപ്പ് കഴിച്ചു. ആ എയർപോർട്ടിൻ്റെ ഒരറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ടു വി ക്യാൻ ഗോ ടു എന്താ പറയുക ട്രെയിൻ സ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ദിസ് ഇസ് എ ലിഫ്റ്റ്, വി ക്യാൻ ടേക്ക് ഇറ്റ്. ഹിയർ കംസ് അവർ ട്രെയിൻ. ഈ ട്രെയിനിൽ കയറിയിട്ട് ഇവിടുന്ന് എത്ര സ്റ്റോപ്പാണ്? 4 സ്റ്റോപ്പ്. ഒരു എത്ര മിനിറ്റ്? 15 മിനിറ്റ് ഇത്രേ ഉള്ളൂ. 15 മിനിറ്റ് നമ്മൾ സിറ്റി എത്തി. സിഡ്നി എയർപോർട്ട് ശരിക്കും സിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവം അറിയാം, എനിക്ക് പോകേണ്ട ആ ഒരു ഹോട്ടലിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻ കുറവാണ്. അതാണ് ഒരു വേറൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി നിയർ ബൈ സ്ഥലത്ത് വന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത്. ഓ ഗൈസ്, അങ്ങനെ ഞാൻ പുറത്തെത്തി ഗൈസ്. ഇനി എങ്ങനെ പോകും? ഇവിടുന്ന് ബസ് കിട്ടുമോ? ഇല്ല, ടാക്സി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അതെ, ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടിയിൽ നിന്നാണ് ഞാൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ ആയിരുന്നു നമ്മളിപ്പോൾ വന്ന മെട്രോ സ്റ്റേഷൻ. പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇവിടെ ബസ്സുകളുണ്ട്, പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ട്രാമുകളുണ്ട്. എല്ലാം സിറ്റി മൊത്തം വെൽ കണക്റ്റഡ് ആണ്. സിറ്റി സെൻട്രൽ ഏരിയ ആണ്. ഇവിടെ നല്ല ട്രാഫിക്കോ ബഹളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ അത്ര കണക്റ്റഡ് ആണ്. അതുകൊണ്ട് വലിയ ട്രാഫിക്കും ബഹളമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറി ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് പോകും. ഏത് ഹോട്ടലാണെന്നല്ലേ നാളെ കാണിച്ചു തരാം. ആ ഒരു ഹോട്ടലിൻ്റെ വീഡിയോ ചെയ്യാൻ മാത്രം ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല റേറ്റാണ്. $500-600 ഒരു ദിവസത്തെ റൂമിൻ്റെ റേറ്റ്. സിഡ്നി ഹാർബർ ബ്രിഡ്ജിൻ്റെ താഴെയുള്ള ഹോട്ടലിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു യാത്ര ജെറ്റ് സ്റ്റാറിന് സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.